പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളോടൊപ്പം മജീഷ് അങ്കമ്പട്ടി ഫോർ ഇൻട്രഡക്ടർ ഇൻറ്റീരിയേഴ്സ്. ആൾക്കാർ നല്ല അഭിപ്രായമുണ്ട്. നല്ല അഭിപ്രായം. നമുക്ക് വർക്കൊക്കെ ചെയ്ത് നല്ല ഇഷ്ടപ്പെട്ടു. സ്ക്വയർ ടൈപ്പിൽ CNC കട്ട് ചെയ്തിരിക്കുകയാണ്. ഫോണിലൂടെയുള്ള കോർഡിനേഷൻ ആയിരുന്നു മൊത്തം. ഇന്ന് ഞാനുള്ളത് തൊടുപുഴ മുട്ടം നീലൂരാണ്. സരസാറിൻ്റെ വീട്ടിലാണ്. ഈ വീടിൻ്റെ ഇൻറ്റീരിയർ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. സാറേ, എന്താ വിശേഷം? സുഖമായിട്ടിരിക്കണോ? അമ്മ സുഖമായിട്ടിരിക്കുന്നു. ഇത് സരസാറിൻ്റെ അച്ഛനും അമ്മയുമാണ്. നമുക്ക് ഈ വീടിൻ്റെ വർക്കുകളൊന്ന് കണ്ടു നോക്കാം. കൂടാതെ നമ്മുടെ വർക്കിനെ കുറിച്ചുള്ളൊരു അഭിപ്രായം നമുക്ക് ഇവരോട് ചോദിക്കാം. സരസാറിൻ്റെ അച്ഛനും അമ്മയും നമ്മളോടൊപ്പം ഉണ്ട്. നമ്മുടെ വർക്കിനെ കുറിച്ചുള്ള ഒരു റിവ്യൂ അവരോട് നമുക്ക് ചോദിക്കാം. സാറേ, ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്ര ദിവസമായി? ഇപ്പോൾ 2 മാസം. 2 മാസത്തോളമായി. എങ്ങനെ ഉണ്ടായിരുന്നു? ആൾക്കാരൊക്കെ അഭിപ്രായം എന്ത് പറഞ്ഞു? ആൾക്കാർ നല്ല അഭിപ്രായമുണ്ട്. നല്ല അഭിപ്രായം. നമ്മൾ വർക്കിൽ ഹാപ്പിയാണോ? അതെ, ഹാപ്പിയാണ്. സരസാർ നാട്ടിൽ വന്നിട്ട് ഇപ്പോൾ എത്ര ദിവസമായി? പോയിട്ട് 1 മാസമായി. 1 മാസമായി. അദ്ദേഹം ഞാൻ തമ്മിൽ കണ്ടിട്ടില്ല. അദ്ദേഹം എന്താണ് പറഞ്ഞത്? അഭിപ്രായം എന്താണ് പറഞ്ഞത്? നല്ല അഭിപ്രായം പറഞ്ഞത്. സരസാറിനെ ഞാൻ ഡയറക്റ്റ് കണ്ടിട്ടില്ല. അദ്ദേഹം എബ്രോഡാണ്. ഫോണിലൂടെയുള്ള കോർഡിനേഷൻ ആയിരുന്നു മൊത്തം. അമ്മ, എന്താണ് അഭിപ്രായം പറയാനുള്ളത്? നല്ല അഭിപ്രായമാണ്. ഫ്രണ്ട്സൊക്കെ വന്നിട്ട് എന്ത് പറഞ്ഞു? നല്ല അഭിപ്രായം. നമുക്ക് വർക്കൊക്കെ ചെയ്ത് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ കൂട്ടുകാർക്കെല്ലാം ഫ്രണ്ട്സിനൊക്കെ ഞങ്ങളെ റെഫറൻസ് ചെയ്യുമോ? ഉറപ്പായിട്ടും റെഫറൻസ് ചെയ്യും. എല്ലാവരും വന്നിട്ട് നല്ല അഭിപ്രായം പറഞ്ഞു. കസ്റ്റമർ എന്തായാലും ഫുൾ സാറ്റിസ്ഫൈഡ് ആണ്. വർക്കൊന്ന് നമുക്ക് കണ്ടു നോക്കാം. ഈ വീടിൻ്റെ കബോർഡുകളുടെ സ്ട്രക്ചർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫെറോസിമെൻ്റ് ആണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും, ഒരു വാഷ് യൂണിറ്റ് നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഫെറോസിമെൻ്റ് ആണ് സ്ട്രക്ചർ. 710 ഗ്രേഡ് മറൈൻ പ്ലൈവുഡിൽ മൈക്ക ലാമിനേറ്റ്സ് വെച്ചാണ് ഡോർ ചെയ്തെടുത്തിരിക്കുന്നത്. കൂടാതെ നമ്മളൊരു ടച്ച് മിററാണ് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത്. വാം കളറാണ്. കിച്ചനും ഡൈനിങ്ങിനും ഇടയ്ക്കായിട്ട് നമ്മളൊരു ഓപ്പൺ സ്പേസ് ക്രമീകരിച്ചിട്ടുണ്ട്. അവിടെ നമ്മളൊരു ആർക്കിട്രേവും ഒരു പാർട്ടീഷനും ക്രമീകരിച്ചിരിക്കുന്നു. വാം കളറിലുള്ള 2 ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ നമ്മൾ കിച്ചൻ്റെ സ്ട്രക്ചറും ഫെറോസിമെൻ്റിലാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ബ്ലൂ ആൻഡ് വൈറ്റ് ആണ് കളർ കോമ്പിനേഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഡോറിന് വേണ്ടിയിട്ട് 710 ഗ്രേഡ് മറൈൻ പ്ലൈവുഡിൽ മൈക്ക ലാമിനേറ്റ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ നമ്മളൊരു മനോഹരമായിട്ടൊരു പൂജ യൂണിറ്റ് നമ്മളിവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ പൂർണ്ണമായിട്ടും 710 ഗ്രേഡ് മറൈൻ പ്ലൈവുഡിൽ മൈക്ക ലാമിനേറ്റ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഡോറ് നമ്മൾ സ്ക്വയർ ടൈപ്പിൽ CNC കട്ട് ചെയ്തിരിക്കുകയാണ്. കൂടാതെ നമ്മൾ ബെല്ല് അതിനകത്ത് ക്രമീകരിച്ചിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടാണ് നമ്മളിത് ക്രമീകരിച്ചിരിക്കുന്നത്. C ഷേപ്പിലുള്ള ഒരു വർക്കിംഗ് സ്ലാബാണ് നമ്മളിവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞുവല്ലോ, ഫെറോസിമെൻറ്റ് വെച്ചാണ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ഡോറിന് വേണ്ടി 710 ഗ്രേഡ് മറൈൻ പ്ലൈവുഡിൽ മൈക്ക ലാമിനേറ്റ്സ് ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ നമ്മൾ ഹാൻഡിലിന് വേണ്ടി പ്രൊഫൈൽ ഹാൻഡിലാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. 3 ബർണറിൻ്റെ ഹോബും 60 സെൻറ്റിമീറ്ററിൻ്റെ ഇലക്ട്രിക് ചിമ്മിനിയാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു 3 ലെയറിൻ്റെ ബോട്ടിൽ പ്ലോട്ട് നമ്മളിവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. 304 ഗ്രേഡിലുള്ള എപ്കോഡ് ആക്സറീസ് ആണിത്. സോഫ്റ്റ് ക്ലോസ് ആണ്. കൂടാതെ ഒരു കട്ട്ലറി, കപ്പ് ആൻഡ് സോസർ, പ്ലെയിന് 3 ബാസ്ക്കറ്റുകൾ നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നു. ഇതുകൂടാതെ 2 പ്ലേറ്റ് ബാസ്ക്കറ്റ് നമ്മളിവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. സോഫ്റ്റ് ക്ലോസ് ആണ്. ഹോബിനോട് ചേർന്ന് തന്നെ നമ്മളൊരു ഓപ്പൺ ഷെൽഫ് ക്രമീകരിച്ചിട്ടുണ്ട്. ഫെറോസിമെൻ്റ് ആണത്. ഇതുകൂടാതെ 2 ലിഫ്റ്റിംഗ് ഡോർ നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. അതും സോഫ്റ്റ് ക്ലോസ് ആണ്. കൂടാതെ അപ്പർ ക്യാബിൻ്റെ ഈ സൈഡ് ഫെറോസിമെൻ്റ് ആണെന്ന് മനസ്സിലാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളവിടെ സൈഡ് പാനൽ ചെയ്തിട്ടുണ്ട്. ആർക്കിട്രേവ് ചെയ്ത സെയിം കളറിലാണ് നമ്മൾ ആ പാനൽ ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നത്. കൂടാതെ ഡബിൾ ബോൾ സിങ്കാണ് നമ്മളിവിടെ ക്രമീകരിച്ചിരിക്കുന്നത്.
ഇത് ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂമാണ്. ഈ വീട്ടിലാകെ മൊത്തം 3 ബെഡ്റൂം വാർഡ്രോബാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. 2 സ്ലൈഡിംഗ് ഡോർ വാർഡ്രോബും 1 സിങ്ക് ഡോർ വാർഡ്രോബും. എല്ലാത്തിൻ്റെയും സ്ട്രക്ചർ ഫെറോസിമെൻ്റ് ആണ്. ഡോർ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ പ്രീലാമിനേറ്റഡ് MDF ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും സ്ട്രക്ചർ ഫെറോസിമെൻ്റ് വെച്ച് ചെയ്തിരിക്കുന്നത്. ഒരു ഹാങ്ങിങ് പോർഷൻ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു കൺസീൽഡ് ഡ്രോ നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നു. സോഫ്റ്റ് ക്ലോസ് ആണ് ഹിഞ്ചസ്. പലരും ചോദിച്ച ഒരു കാര്യമാണ് ചെലവ് ചുരുക്കി എങ്ങനെ ബെഡ് കോട്ട് ചെയ്യാമെന്നുള്ളത്. ഇവിടെ നമ്മൾ ഫ്ലോട്ടിംഗ് ടൈപ്പ് ബെഡ് കോട്ടാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. സ്ക്വയർ പൈപ്പിലാണ് അത് ചെയ്തെടുത്തിരിക്കുന്നത്. ടോപ്പിൽ നമ്മൾ ബെഡ് അപ്ലൈ ചെയ്തിരിക്കുന്നത് കാണാം. നമ്മൾ ഈ ഹെഡ് റെസ്റ്റ് മാത്രമാണ് ഇവിടെ ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഹെഡ് റെസ്റ്റ് നമ്മൾ ഈ വാർഡ്രോബ് ചെയ്ത സെയിം കളറിൽ തന്നെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് നമ്മൾ ഇതിനകത്ത് ക്രമീകരിച്ചിട്ടുണ്ട്. സൈഡിലായിട്ടൊരു ഓപ്പൺ ഷെൽഫ് ക്രമീകരിച്ചിരിക്കുന്നു. ഒരു മിറർ കൂടി നമ്മൾ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. പലരും ചോദിക്കുന്നൊരു കാര്യമാണ് ഫെറോസിമെൻറ്റിൽ സ്ലൈഡിംഗ് ഡോർ ചെയ്യാൻ പറ്റുമോ എന്ന്. തീർച്ചയായിട്ടും പറ്റും. നമ്മളിവിടെ 2 ഡോറിൻ്റെ ഒരു സ്ലൈഡിംഗ് ഡോർ വാർഡ്രോബാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇന്ത്യൻ സ്ട്രക്ചർ എല്ലാം ഫെറോസിമെൻ്റ് ആണ്. ഇവിടെ നമ്മളൊരു കൺസീൽഡ് ഡ്രോ കൊടുത്തിട്ടുണ്ട്. ഒരു ഹാങ്ങിങ് പ്രൊവിഷൻ കൊടുത്തിരിക്കുന്നു. ഒരു ഹാങ്ങിങ് റാഡ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ വരുമ്പോഴും ഇവിടെ നമ്മളൊരു ഹാങ്ങിങ് പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. ഒരു കൺസീൽഡ് ഡ്രോ കൊടുത്തിട്ടുണ്ട്. പ്രീലാമിനേറ്റഡ് എക്സ്റ്റീരിയർ ഗ്രേഡ് MDF വെച്ചാണ് ഇതിൻ്റെ ഡോറുകൾ ചെയ്തെടുത്തിരിക്കുന്നത്. കൂടാതെ ഇവിടെയും നമ്മൾ ഫ്ലോട്ടിംഗ് ടൈപ്പ് ബെഡ് കോട്ടാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ഹെഡ് ബോർഡ് സെയിം കളറിൽ തന്നെ, വാർഡ്രോബ് ചെയ്ത സെയിം കളറിൽ തന്നെ നമ്മൾ പാനലിംഗ് കൂടി ചെയ്തിട്ടുണ്ട്. വർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇത്തരം ഇന്റീരിയർ വർക്കുകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്റർഡക്കർ ഇന്റീരിയേഴ്സ് എന്ന് പറയുന്ന ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യുക. പുതിയ വീഡിയോകളുടെ അപ്ഡേഷന് വേണ്ടി നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്യുക. ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമല്ലോ. ഞാൻ നിങ്ങളോടൊപ്പം മജീഷ് അങ്കമ്പട്ടി ഫോർ ഇന്റർഡക്കർ ഇന്റീരിയേഴ്സ്. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.